ഗൈസ്, ഒരു അടപ്പായസം ഉണ്ടാക്കാം. വാ. അടപ്പായസത്തിന് ശർക്കര വേണം. അപ്പോൾ ആ ശർക്കര ഒഴുക്കുകയാണ്. പായസത്തിന് ആവശ്യമായ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഒരു അടപ്പായസം ഉണ്ടാക്കാം. വാ. അടപ്പായസത്തിന് ശർക്കര വേണം. അപ്പോൾ ആ ശർക്കര ഒഴുക്കുകയാണ്. പായസത്തിന് ആവശ്യമായ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അട പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം. അട പരസ്പരം ഒട്ടാതിരിക്കാനായി പച്ചവെള്ളത്തിൽ കഴുകി തോരാനായി വെച്ചിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ശർക്കര പാനി നമുക്ക് ഇപ്പോൾ അരിച്ച് ചേർത്ത് കൊടുക്കാം. തിളച്ചു വന്ന ശർക്കരയിലേക്ക് നമുക്കിപ്പോൾ അട ഇട്ട് കൊടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. മൂന്നാം പാലിൽ അട നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി 1-ാം പാല് ചേർക്കാം. ഇനി ഇതിലേക്ക് മണത്തിനും രുചിക്കുമായ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വാങ്ങി വെച്ച പായസത്തിലേക്ക് നമുക്ക് വറുത്ത മുന്തിരിയും പരിപ്പും തേങ്ങയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ പായസം റെഡി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം.